സമയം 11 മണി കഴിഞ്ഞു. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ ബാബു ആന്റണി. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അജിത്തിൻ്റെയാണ്. എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, പക്ഷെ അവള് വേറൊരു നാട്ടിലെ കുട്ടിയാ. ചോദ്യം ചോദിക്കാൻ പറ്റിയ ആൾ എൻ്റെ കൂടെ ഇരിക്കുന്നത്. എൻ്റെ വീട്ടുകാർ ചോദിക്കുന്നു, എന്തിനാ നിനക്ക് നമ്മുടെ നാട്ടിലെ പെണ്ണിനെ വിട്ടിട്ട് വേറൊരു നാട്ടിലെ പെണ്ണെന്ന്? എന്താ ചെയ്യാന്നുള്ള ധർമ്മ സങ്കടത്തില. അങ്ങനെ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഇന്ത്യക്കാരല്ലേ. അപ്പം അതിനകത്ത് ഇപ്പം ഞാനിപ്പം ഇത്രയും ദൂരെ പോയി ഫോറിനിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ രാജ്യം. വേറെ സ്റ്റേറ്റിൽ കല്യാണം കഴിക്കുന്നത് എന്താ കുഴപ്പം? വേറൊരു റിലിജിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എല്ലാ റിലിജിയനും മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്, അല്ലാതെ മനുഷ്യൻ റിലിജിയന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ദാറ്റ്സ് വാട്ട് ക്രൈസ്റ്റ് സെഡ്. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പ്രണയത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇന്ത്യയിൽ എവിടെ നിന്ന് നമുക്ക് കല്യാണം കഴിക്കാം അല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ബാബു ആന്റണി. ഇനി വരുന്നത് ഒരു പുതിയ പാട്ടാണ്, കേട്ടു നോക്ക്. ബനാറസ് എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ. ഇപ്പോൾ കേട്ടത് ഞാൻ റീനു. ബാബു ആന്റണിയുടെ അടുത്ത് എനിക്കൊരു ചോദ്യം ചോദിക്കാം. ഇന്നത്തെ കാലത്ത് ബ്രേക്കപ്സ് ഒക്കെ സിമ്പിളായി തുടങ്ങിയെന്ന് പൊതുവെ ഒരു അപഖ്യാതി നമ്മളെ കുറിച്ച് പറയാറുണ്ട്. ശരിയാണോ? ഇറ്റ്സ് നോട്ട് സിമ്പിൾ. ആൾക്കാർ പറയുന്നത് സിമ്പിൾ ഒന്നുമില്ല, വെറുതെ പറയുന്നതാണ്. ഇറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. എസ്പെഷ്യലി നമ്മൾ മാരേജ് ബ്രേക്കപ്പ്, ഇറ്റ്സ് എ വെരി ഹാർഡ് തിങ് ടു ഹാപ്പൻ ടു കിഡ്സ്. അതുപോലെ ഈ രണ്ട് വ്യക്തികളെയും. അതുകൊണ്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുന്നതല്ല. സ്മോൾ റീസൺസ് ഒക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് ബി ടുഗദർ ഈസ് ഓൾവേസ് ബെറ്റർ. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്, ഇറ്റ്സ് വെരി ഹാർഡ് തിങ്. നമ്മൾ പറയുമ്പോൾ അത് വളരെ ഈസിയാണ്, അത് അനുഭവിച്ച ആൾക്കാരോട് ചോദിച്ചു നോക്കണം. വെരി ട്രൂ. ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയേ വേണ്ട. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ ഒരുപാട് പേരും ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്, ഇനി പ്രണയിക്കുന്ന വിഷയമില്ലെന്ന. എന്ന് വരും നീന്നൊരു ചോദ്യം. മനോഹരമായ പ്രണയഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ ബാബു ആന്റണി. അതെ, വിനീതാണ്ടി വരവായ എന്ന മൂവിയിൽ ഏജിന്റെ പ്രശ്നമാണ് കാണിക്കുന്നത്. കൾച്ചറലി ഡിഫറെന്റ് ആണ്. മോനിഷ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സ് ചോദിച്ചേക്കുന്നത്, ശരിക്കും പ്രണയത്തിൽ നമ്മൾ ഏജിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന്. ഡെഫിനറ്റ്ലി. കാരണം മെച്യൂരിറ്റിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഐ തിങ്ക് വിമൻ മെച്യൂർ മോർ ദാൻ മെൻ ഫാസ്റ്റർ. താങ്ക് യു. ഇപ്പോൾ ഈ ഷോ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രായം കൂടിയ പെൺകുട്ടികളെ പ്രണയിക്കുന്ന ആൺകുട്ടികളോട് എന്താ പറയാനല്ലേ? ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണെങ്കിലും എല്ലാ ലവേഴ്സിനോട് ഞാൻ പറയുന്നത് ബി പ്രാക്ടിക്കൽ എന്നാണ് പറയുന്നത് എല്ലാവരോടും. കാരണം ഈ റൊമാൻസ് എന്നൊക്കെ പറയുന്നത് പ്രോബബ്ലി ഇറ്റ് വാസ് എൻ ഇൻഫാക്ച്വേഷൻ. കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ സൊസൈറ്റിയുടെ നോംസ് ആൻഡ് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഏജ് എന്ന് പറയുമ്പം നൗ നമ്മൾ ഫീൽ ചെയ്യത്തില്ല അതൊരു ഏജ്. ഒരു സമപ്രായക്കാർ 1 or 2 years older is fine, but not more than that. I won't advise. കേട്ടല്ലോ, ഇതുപോലെ ഒരു ചോദ്യം ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലൂടെ ചോദിക്കണോ, ഒരു മെസ്സേജ് അയക്കണോ എന്നാ 56070 ആണ് നമ്പർ. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. വിവാഹ് എന്ന മൂവിയിലെ പാട്ടാണ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ നമ്മൾ കേട്ടത്. ഞാൻ റീനു, എൻ്റെ കൂടെ ബാബു ആന്റണി. അതെ, താങ്കളുടെ ഭാര്യ ഒരു പാട്ടുകാരിയല്ലേ? താങ്കൾക്ക് പാട്ട് പാടി തരാറുണ്ടോ? Sometimes in the night, like when kids are sleeping, പുള്ളിക്കാരുടെ ഒരു സിന്തസൈസർ ഉണ്ട്. We don't have a piano. It's too difficult to move around. അത് വെച്ചിട്ട് പുള്ളി I'll ask her to sing some song. ആ പാട്ട് ഏതാണെന്ന് അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. Stumble and Fall എന്ന് പറഞ്ഞൊരു, it's about falling in love. Falling in love അങ്ങനൊരു പാട്ടുണ്ട്. അത് അങ്ങനെയുള്ള 1-2 പാട്ടുകൾ. അതുപോലെ ഈ ടൈറ്റാനിക്കിലെ പാട്ട് പാടും. പിന്നെ ചില മലയാളം പാട്ടുകളൊക്കെ ചുമ്മാ ഫണ്ടിന് പുള്ളി പാടി കേൾപ്പിക്കും. തിരിച്ചു പാടുന്ന പാട്ട് ഏതാ? ഞാൻ പാടാറില്ല. എന്നോട് പുള്ളി പറഞ്ഞു പാടരുതെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഇരുന്ന് പാടി, മാടപ്രാവേ വാ ഒരു കൂടു കൂട്ടാൻ വാ. പുള്ളി എന്നോട് പറഞ്ഞു, ഇതെന്നാ പാട്ടാന്ന് ചോദിച്ചു. നമ്മളിതൊരു മലയാളം സിനിമയിലെ പാട്ട്, ഇങ്ങനൊരു പാട്ടുണ്ടാകാൻ വഴിയില്ലെന്ന് പറഞ്ഞു. ചാന്ത ഇത് മൊത്തം തെറ്റാന്ന് പറഞ്ഞു, എൻ്റെ കംപ്ലീറ്റ് പ്രോഗ്രഷൻ എല്ലാം തെറ്റാന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ചൂടായി. ഹൗ ഡു യു നോ ദാറ്റ്? നിങ്ങളിപ്പാട് ജീവിതത്തിൽ കേട്ടിട്ടില്ല, മലയാള സിനിമ കണ്ടിട്ടില്ല. പുള്ളി പറഞ്ഞു, ഞാനൊരു മ്യൂസീഷ്യനാണ്, എനിക്ക് ഈ പൊട്ടപ്പാടി ഇങ്ങനെ ആരും പാടി കേൾപ്പിച്ചേക്കരുത്, മൊത്തം പൊട്ടയാന്ന് പറഞ്ഞു. കൂടുതൽ ആ കഥയിലേക്ക് പോകണ്ട. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലെ അടുത്ത പാട്ടിലേക്ക് പോവാം.